ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് HSA ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ട് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് ആ വാലിഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് ആണ്. ഇറ്റ് ഇസ് എ പോം റിട്ടൺ ബൈ ജോൺ ഡൺ. അപ്പൊ നമുക്ക് ഈ ഒരു പോം റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലൂടെ ഒന്ന് കടന്നു പോകാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ലെറ്റ്സ് ഫസ്റ്റ് ഡിസ്കസ് അബൌട്ട് ജോൺ ഡൺ. ജോൺ ഡൺ ജനിക്കുന്നത് 1572 ഓക്കെ, 1572 ലണ്ടനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഹി വാസ് എൻ എലിസബത്തൻ എറ പോയറ്റ്. ഓക്കെ, അപ്പൊ അദ്ദേഹം എലിസബത്തൻ എറയിലാണ് ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ എലിസബത്തൻ എറ പോയറ്റ് എന്ന് പറയുന്ന സമയത്ത് ആ സമയത്തെ റൈറ്റേഴ്സിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരുന്ന ഒരു പേരാണ് ഷേക്സ്പിയർ, അല്ലെ? അപ്പൊ ഷേക്സ്പിയറും ജോൺ ഡണ്ണും സമകാലീനരായിരുന്നു, കണ്ടംപററീസ് ആയിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, ദെൻ ഹി വാസ് ബോൺ ഇൻ ടു എ റോമൻ കാത്തലിക് ഫാമിലി റിലേറ്റഡ് ടു സർ തോമസ് മോർ. ഓക്കെ, തോമസ് മോർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയിൽ വരുന്ന ഒരു വർക്ക് ഉണ്ടാവും, അല്ലെ? യൂട്ടോപ്പിയ. യൂട്ടോപ്പിയ എഴുതിയ തോമസ് മോറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളാണ് ആര്? നമ്മുടെ ജോൺ ഡൺ. ഓക്കെ, അതേപോലെ ഹി വാസ് കൺവേർട്ടഡ് ടു ആംഗ്ലിക്കാനിസം. ആ ഒരു കാര്യവും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പൊളിറ്റിക്കൽ അതുപോലെ തന്നെ റിലീജിയസ് പ്രഷർ, ഓക്കെ, പൊളിറ്റിക്കൽ പ്രഷർ, റിലീജിയസ് പ്രഷർ ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം കത്തോലിസിസത്തിൽ നിന്ന് ആംഗ്ലിക്കാനിസത്തിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ചേഞ്ച് നമുക്ക് അവിടെ അറിഞ്ഞിരിക്കണം. ദെൻ ഹി സ്റ്റഡീഡ് അറ്റ് ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ് ബട്ട് ഹി ഡിഡ്ന്റ് ഗോട്ട് എനി ഡിഗ്രി എന്നുള്ളതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ലെറ്റ്സ് സീ അബൌട്ട് ദ മാരേജ് ഓഫ് ജോൺ ഡൺ. ഓക്കെ, അപ്പം അദ്ദേഹത്തിന്റെ വൈഫ് ആൻ മോർ ആണ്. ഓക്കെ, ആ ഒരു നെയിം നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു നെയിമാണ്. ഓക്കെ, അപ്പൊ ആൻ മോർ ആയിട്ട് റിലേറ്റഡ് ആണ് നമുക്ക് ഇപ്പം പഠിക്കാനായിട്ടുള്ള ഈ വാലിഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് എന്നുള്ള പോം. ഓക്കെ, അപ്പൊ അദ്ദേഹം ഒരു യൂറോപ്യൻ കോണ്ടിനെന്റൽ ടൂറിന് പോകുന്ന സമയത്ത് ഭാര്യയെ വിട്ട് പോവാണ്, അല്ലെ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു പോമാണ് നമുക്കിപ്പം പഠിക്കാനായിട്ടുള്ള വാലിഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ്. ഓക്കെ, നൗ ജോൺ ഡൺ അറിയപ്പെടുന്ന, വളരെ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹി ഈസ് ടേംഡ് ആസ് എ മൊണാർക്ക് ഓഫ് വിറ്റ്. ഓക്കെ, മൊണാർക്ക് ഓഫ് വിറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ജോൺ ഡൺ. ഓക്കെ, ഹി ബിലോങ് ടു ജക്കോബിയൻ എറ ഓഫ് ലിറ്ററേച്ചർ. ഓക്കെ, അപ്പൊ എലിസബത്തിയൻ ജക്കോബിയൻ എറ ഓഫ് ലിറ്ററേച്ചറുമായിട്ട് റിലേറ്റഡ് ആണ് ആര്? നമ്മുടെ ജോൺ ഡൺ. ഓക്കെ, പിന്നെ ജോൺ ഡണ്ണുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് അറിയേണ്ട മറ്റൊരു പേര് ഇസാക്ക് വാൾട്ടൺ എന്നുള്ളതാണ്. ഇസാക്ക് വാൾട്ടൺ വാസ് എ ബയോഗ്രഫർ ഓഫ് ജോൺ ഡൺ. ജോൺ ഡണ്ണിന്റെ ബയോഗ്രഫർ ആയിരുന്നു ഇസാക്ക് വാൾട്ടൺ. ഓക്കെ, ഇനി ജോൺ ഡണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു എസ്സേ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിട്ടുള്ള T.S. ഏലിയറ്റ്, നമുക്കൊക്കെ അറിയാവുന്ന, അല്ലെ? T.S. ഏലിയറ്റ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള എസ്സേ, ആ എസ്സേയുടെ നെയിമാണ് ദ മെറ്റഫിസിക്കൽ പോയറ്റ്സ്. ഓക്കെ, 1921 അദ്ദേഹം എഴുതിയ, T.S. ഏലിയറ്റ് എഴുതിയ മെറ്റാഫിസിക്കൽ പോയറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എസ്സേ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. ഓക്കെ, 1921. ഓക്കെ, okay, it was written as a review of Herbert J.C. Greyson's anthology Metaphysical Lyrics and Poems of the 17th Century. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ T.S. ഏലിയറ്റ് ഈ പറയുന്ന ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്നുള്ള എസ്സേ എഴുതുന്നത്? എന്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ റിവ്യൂ ഓഫ് ഹെർബർട്ട് J.C. Greyson's ആന്തോളജി. ഓക്കെ, ഹെർബർട്ട് J.C. Greyson എന്ന് പറയുന്ന ആളുടെ ഒരു ആന്തോളജി ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് മെറ്റാഫിസിക്കൽ ലിറിക്സ് ആൻഡ് പോംസ് ഓഫ് ദ 17th സെഞ്ചുറി. ഓക്കെ, അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ആന്തോളജിയുടെ റിവ്യൂ എന്നുള്ള രീതിക്കാണ് അദ്ദേഹം ഈ ഒരു എസ്സേ എഴുതുന്നത്. ആൻഡ് വാട്ട് ഇസ് ദ നെയിം ഓഫ് ദറ്റ് എസ്സേ? It is the Metaphysical Poets. Okay, and the year 1921. Okay, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഈ മെറ്റാഫിസിക്സ് എന്നുള്ള ഈ ഒരു ടേം, അല്ലെ? മെറ്റാഫിസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റാ മീൻസ് ബിയോണ്ട്. ഓക്കെ, അപ്പൊ മെറ്റാഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ഫിസിക്കൽ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പൊ ഈ മെറ്റാഫിസിക്സ് എന്നുള്ള ഈ ഒരു പെർട്ടിക്കുലർ ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ജോൺ ഡ്രൈഡൻ ആണ്. ഓക്കെ, അത് ജോൺ ഡ്രൈഡൻ ആണ്. പക്ഷെ ഈ മെറ്റാഫിസിക്കൽ പോയട്രി എന്നുള്ള ഈ ഒരു ടേം കോയിൻ ചെയ്തത് ആദ്യമായിട്ട് ആരാണ് എന്ന് ചോദിച്ചാൽ അത് സാമുവൽ ജോൺസൺ ആണ്. ഓക്കെ, സാമുവൽ ജോൺസൺ ഈ ഒരു പെർട്ടിക്കുലർ ടേം കോയിൻ ചെയ്യുന്നത് ലൈവ്സ് ഓഫ് ദ മോസ്റ്റ് എമിനന്റ് ഇംഗ്ലീഷ് പോയറ്റ്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വർക്കിലാണ്. ഓക്കെ, അപ്പൊ ആ ഒരു വർക്കില് ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അബ്രഹാം കോലെ. ഓക്കെ, അപ്പൊ അബ്രഹാം കോലെ റിലേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ ചാപ്റ്ററിലാണ് സാമുവൽ ജോൺസൺ ഈ ഒരു മെറ്റാഫിസിക്കൽ പോയട്രി എന്നുള്ള ടേം കോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി
നമ്മുടെ സാമുവൽ ജോൺസൺ ജോൺ ഡണ്ണിന്റെ പോയട്രി റിലേറ്റഡ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ റിമാർക്ക് നടത്തിയിട്ടുണ്ട്, ഒരു റിമാർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. എന്താണത്? ദ മോസ്റ്റ് ഹെട്രോജീനിയസ് ഐഡിയാസ് ആർ യോക്ഡ് ബൈ വയലൻസ് ടുഗെദർ. അപ്പോ ജോൺ ഡണ്ണിന്റെ പോയട്രിയിൽ ദ മോസ്റ്റ് ഹെട്രോജീനിയസ് ഐഡിയാസ്, അല്ലെ, ഹെട്രോജീനിയസ് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള, സിമിലർ അല്ലാത്ത, അപ്പൊ ദ മോസ്റ്റ് ഹെട്രോജീനിയസ് ഐഡിയാസ് ആർ യോക്ഡ് ബൈ വയലൻസ് ടുഗെദർ ഇൻ ജോൺ ഡൺസ് പോയട്രി എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാല് ഇറ്റ് ഇസ് നൺ അതർ ദൻ സാമുവൽ ജോൺസൺ. അപ്പം സാമുവൽ ജോൺസന്റെ കാര്യത്തിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? അദ്ദേഹമാണ് ഈ ഒരു മെറ്റാഫിസിക്കൽ പോയട്രി എന്നുള്ള ടേം കോയിൻ ചെയ്യുന്നത്. അത് ലൈവ്സ് ഓഫ് ദ മോസ്റ്റ് എമിനന്റ് ഇംഗ്ലീഷ് പോയറ്റ്സ് എന്ന് പറയുന്ന വർക്കിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് ആദ്യത്തെ ചാപ്റ്ററിൽ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു എബ്രഹാം കൗലെ, അതിലാണ് ആ ഒരു പെർട്ടിക്കുലർ ടേം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജോൺ ഡണ്ണിന്റെ പോയട്രിയെ കുറിച്ച് സാമുവൽ ജോൺസൺ പറഞ്ഞത് ഇതായിരുന്നു: ഇൻ ജോൺ ഡൺസ് പോയട്രി ദ മോസ്റ്റ് ഹെട്രോജീനിയസ് ഐഡിയാസ് ആർ യോക്ഡ് ബൈ വയലൻസ് ടുഗെദർ. ഇനി അദ്ദേഹം ഈ പറയുന്ന ആളുകളെ, അതായത് മെറ്റാഫിസിക്കൽ പോയട്രി എഴുതുന്ന ആളുകളെ വിശേഷിപ്പിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? വിറ്റ്സ് എന്നായിരുന്നു. WITS, വിറ്റ്സ്. ഇനി ജോൺ ഡ്രൈഡൻ, നമ്മൾ പറഞ്ഞല്ലേ ആദ്യമായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ മെറ്റാഫിസിക്സ് എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത് ജോൺ ഡ്രൈഡൻ ആണ്. അപ്പൊ അദ്ദേഹം എന്താണ് ഡണ്ണിനെ കുറിച്ച് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ദർ ഇസ് എ പെർട്ടിക്കുലർ വർക്ക്, ഡിസ്കോഴ്സ് കൺസേണിങ് സറ്റയർ എന്ന് പറയുന്ന 1695 ഒരു വർക്ക് ഉണ്ട്. അതില് ജോൺ ഡ്രൈഡൻ ഡണ്ണിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഇതാണ്: ഹി അഫക്ട്സ് ദ മെറ്റാഫിസിക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു റിമാർക്ക്. ആരാണ് പറഞ്ഞത് എന്നുള്ള രീതിക്ക് ചോദിക്കാവുന്നതാണ്. ഹി അഫക്ട്സ് ദ മെറ്റാഫിസിക്സ് നോട്ട് ഓൺലി ഇൻ ഹിസ് സറ്റയേഴ്സ് ബട്ട് ഇൻ ഹിസ് ആംബേഴ്സ് വേഴ്സസ് where nature only should reign. അപ്പൊ ഇങ്ങനെ പറഞ്ഞത്, ഈ ഒരു റിമാർക്ക് ആരുടേതാണ്? അത് ജോൺ ഡ്രൈഡന്റേതാണ് എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇനി നമുക്ക് ഈ മെറ്റാഫിസിക്കൽ പോയട്രി റിലേറ്റഡ് ആയിട്ടുള്ള മേജർ പോയറ്റ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഒബ്വിയസ്ലി ജോൺ ഡൺ, അദ്ദേഹമാണ് സെൻട്രൽ ഫിഗർ എന്ന് പറയുന്നത്, അല്ലെ. ജോൺ ഡൺ ഉണ്ട്. ആളെ കൂടാതെ മറ്റാരൊക്കെയാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആയിട്ട് വരുന്നേ എന്ന് ചോദിച്ചാല് ജോർജ് ഹെർബർട്ട് ഉണ്ട്, ആൻഡ്രൂ മാർവൽ, ഹെൻറി വോൺ, അബ്രഹാം കോലെ ആൻഡ് ജോൺ ക്ലീവ്ലാൻഡ്. അപ്പൊ ഇത്രയും പേരാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ പേരുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പം ഈ കുറച്ച് മേ ബി ഇപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം 5ഓളം പേരുണ്ട്, അല്ലെ. ഡണ്ണിനെയും കൂട്ടി 6 പേരുണ്ട്. അപ്പം ഇതിലുള്ള പേരുകൾ അല്ലാതെ ഒരു പേര് തന്നിട്ട് ഇതിൽ മെറ്റാഫിസിക്കൽ പോയറ്റ് അല്ലാത്തത് ആര് എന്നുള്ള രീതിക്ക് ചോദിക്കാം. സോ ആരൊക്കെയാണ് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇനി മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ഏത് സെഞ്ചുറിയുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ ദേ ആർ 17th century ഇംഗ്ലീഷ് പോയറ്റ്സ്. 17th century ഇംഗ്ലീഷ് പോയറ്റ്സ് ആണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. അപ്പൊ എന്തൊക്കെയാണ് മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചാൽ യൂസ് ഓഫ് കൺസീറ്റ്സ്, വെരി വെരി ഇമ്പോർട്ടന്റ്. കൺസീറ്റ്സിന്റെ യൂസേജ്. എന്താണ് ഈ കൺസീറ്റ്സ് എന്ന് പറഞ്ഞാല്? ഫാർ ഫെച്ച്ഡ് ആയിട്ടുള്ള ഇന്റലക്ച്വൽ മെറ്റഫേഴ്സിനെയാണ് നമ്മൾ കൺസീറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഈ പറയുന്ന മെറ്റാഫിസിക്കൽ പോയട്രി ഫോക്കസ്ഡ് ഓൺ വിറ്റ്, പാരഡോക്സ് ആൻഡ് ഫിലോസഫിക്കൽ ഐഡിയാസ്. അപ്പൊ ഈ ഡണ്ണിന്റെ പോയട്രി ആണെന്നുണ്ടെങ്കിലും അബ്രഹാം കോലയുടെ ആണെങ്കിലും ആൻഡ്രൂ മാർവലിന്റെ ആണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ വർക്ക്സിലൊക്കെ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും? ഫോക്കസ് ഓൺ വിറ്റ് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. വിറ്റ് റിലേറ്റഡ് ആയിട്ട്, ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് യൂസേജസ് നമുക്ക് കാണാം. പാരഡോക്സ് ഉണ്ടാവും. ഫിലോസഫിക്കൽ ഐഡിയാസ് ഉണ്ടാവും. ലൈക്ക്വൈസ് എംഫസിസ് ഓൺ സ്പോക്കൺ ക്വാളിറ്റി ഓവർ ലിറിക്കൽ ബ്യൂട്ടി. അപ്പം എംഫസിസ് എന്തിലായിരുന്നു? സ്പോക്കൺ ക്വാളിറ്റി. ദേ ഗിവ് മോർ എംഫസിസ് ഓൺ സ്പോക്കൺ ക്വാളിറ്റി ഓവർ ലിറിക്കൽ ബ്യൂട്ടി. അതുപോലെ ദർ വാസ് എ ബ്ലെൻഡ് ഓഫ് ഇമോഷൻ ആൻഡ് ഇന്റലക്ട്. നമ്മൾ മെറ്റാഫിസിക്കൽ പോയട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇന്റലക്റ്റിന്റെയും ഇമോഷന്റെയും ഒരു ബ്ലെൻഡ് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഡണ്ണിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹോളി സോണറ്റ്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ 19 സോണറ്റ്സിന്റെ കളക്ഷൻ ഡണ്ണിന്റേതായിട്ടുണ്ട്. ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോളി സോണറ്റ് ഈ ഒരു ഹോളി സോണറ്റ്സ് എന്നുള്ള കളക്ഷനിലാണ് വരുന്നത്. ദെൻ കംസ് ദ കനണൈസേഷൻ. കനണൈസേഷൻ നമുക്കൊക്കെ അറിയാവുന്ന, അല്ലെ, ആ ഒരു ഫീനിക്സിന്റെ, അതുപോലെ ഡവ്, അല്ലെ, ടേപ്പേഴ്സ് ഒക്കെ ആ സിമ്പിൾസ് ഒക്കെ വരുന്ന കനണൈസേഷൻ. അതുപോലെ നമുക്കിപ്പം പഠിക്കാനായിട്ടുള്ള ആ വാലഡിക്ഷൻ, ഫോർബിഡിങ് മോർണിംഗ്, ലൈക്വൈസ് ബാറ്റർ മൈ ഹാർട്ട്, ബയോഥനാത്തോസ്, ലൈക്വൈസ് പാരഡോക്സസ് ആൻഡ് പ്രോബ്ലംസ്, Pseudo-Martyr, Ignatius his Conclave, Songs and Sonnets, Devotions upon Emergent Occasions. ഇങ്ങനെയുള്ള
ലൈക്ക് നിരവധി ഇമ്പോർട്ടന്റ് വർക്ക്സ് നമ്മുടെ ലൈക്ക് ജോൺ ഡണ്ണിന്റേതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് നോ മാൻ ഈസ് എൻ ഐലൻഡ് എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലൈക്ക് റിമാർക്ക് ഉണ്ട് നമ്മുടെ ഡണ്ണിന്റേത്. ഓക്കെ, അത് ഏതിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഡിവോഷൻസ് അപ്പോൺ എമർജന്റ് ഒക്കേഷൻസിലാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു പോം റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇറ്റ് വാസ് പബ്ലിഷ്ഡ് പോസ്റ്റ്മസ്ലി ഇൻ 1633. ആ ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം പോസ്റ്റ്മസ്ലി പബ്ലിഷ് ചെയ്തതാണ് 1633 ആണ് ഈ ഒരു പോം പബ്ലിഷ് ചെയ്യുന്ന വർഷം. ഓക്കെ, അപ്പൊ ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏത് വർക്കിലാണെന്ന് ചോദിച്ചാൽ ഇൻ സോങ്സ് ആൻഡ് സോണറ്റ്സ്. സോങ്സ് ആൻഡ് സോണറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ കളക്ഷനിലാണ് നമുക്ക് ഈ പഠിക്കാനായിട്ടുള്ള വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് എന്നുള്ളത് ഈ ഒരു പോം വരുന്നത്. Okay, it is a metaphysical lyric and elegy-like love poem. Okay, it is actually a love poem, but it is elegy-like and metaphysical lyric. Okay, അതുപോലെ തന്നെ it is written for Anne Moore. Anne Mooreന് വേണ്ടി എഴുതിയിട്ടുള്ളതാണ്. Okay, അപ്പം ആള് ഞാൻ ഈ പറഞ്ഞതുപോലെ 1611 ഓക്കെ ഒരു കോണ്ടിനെന്റൽ ടൂറിന് പോകുന്ന സമയത്ത് ആൻ മൂറിനെ സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് എഴുതുന്ന ഒരു പോമാണ് ഇത്. ഓക്കെ, 1611 ഇത് ലൈക്ക് എഴുതപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇതിൽ 9 സ്റ്റാൻസാസ് ആണുള്ളത്, 9 ക്വാട്രെയിൻസ് ആണുള്ളത് ഓഫ് ഇയാംബിക് ടെട്രാമീറ്റർ. ഓക്കെ, ഇയാംബിക് ടെട്രാമീറ്ററിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. 9 സ്റ്റാൻസാസ് എന്ന് പറയുന്ന സമയത്ത് എത്ര ലൈൻസ് ആയിരിക്കും? 9 into 4 അല്ലെ, 36 ലൈൻസ് ഉള്ള ഒരു ഫോമാണിത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇയാംബിക് ടെട്രാമീറ്റർ ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, അതുപോലെ ഇതിന്റെ റൈം സ്കീം എന്ന് പറയുന്നത് AB ആണ് എന്നുള്ളതും നമ്മൾ ഓർത്തു വെക്കണം. ഓക്കെ, ഇനി ഈ പോമിന്റെ ഫസ്റ്റ് ലൈൻ എന്താണ് എന്ന് ചോദിച്ചാൽ ആസ് വിച്ചസ് മെൻ പാസ് മൈലി അവേ എന്നുള്ള ലൈനാണ് ഇതിന്റെ ആദ്യത്തെ ലൈൻ ആയിട്ട് വരുന്നത്. അതൊരു മെറ്റഫർ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ മെറ്റഫർ. ഇനി ഇതിന്റെ ലാസ്റ്റ് ലൈൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് വളരെ ഫേമസ് ആയിട്ടുള്ള thigh firmness makes my circle just and makes me end where I begun എന്നുള്ള ആ 2 ലൈൻസ് ആണ് ലാസ്റ്റ് ലൈൻസ് ആയിട്ട് വരുന്നത്. അപ്പം ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റാഫിസിക്കൽ കൺസീറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു കോമ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റാഫിസിക്കൽ കൺസീറ്റ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ. ഒരു കോമ്പസിൽ ഒരു ലെഗ് ഫേം ആയിട്ട് നിൽക്കുന്നതും മറ്റു ലെഗ് ഇങ്ങനെ കംപ്ലീറ്റ് സർക്കിളിൽ ചുറ്റി വരുന്നതുമായിട്ടുള്ള ആ ഒരു സിമ്പിൾ അല്ലെ. അപ്പൊ അത് ഫേമസ് ആയിട്ടുള്ള മെറ്റാഫിസിക്കൽ കൺസീറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോമില് പാരഡോക്സിന് എക്സാമ്പിൾസ് കാണാനായിട്ട് പറ്റും. ആർ ടു സോൾസ് ദ ഫോ which are one, though I must go and were not yet a breach but an expansion എന്നുള്ള ആ ലൈൻസിൽ നമുക്ക് പാരഡോക്സ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. ലൈക്ക് വൈസ് നമുക്ക് ഇവിടെ കാണാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിമിലി ഉണ്ട്, ലൈക്ക് ഗോൾ ടു എറി തിന്നസ് ബീറ്റ് എന്ന് പറയുന്ന സിമിലി ലൈക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ സിമിലി. ഓക്കെ, ഇത് നമുക്ക് ഏതാനും ക്രിട്ടിക്കൽ റിമാർക്സ് കൂടി നോക്കാം. ഓക്കെ, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. സി ക്ലിയാന്ത് ബ്രൂക്സ്, ഓക്കെ, അദ്ദേഹം നമ്മുടെ ജോൺ ഡണ്ണിന്റെ പോയട്രിയെ പ്രേസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. പ്രേസ് ദ യൂണിറ്റി ഓഫ് ഇമേജറി ആൻഡ് ഇമോഷണൽ സ്ട്രെങ്ത്. ഓക്കെ, യൂണിറ്റി ഓഫ് ഇമേജറി ആൻഡ് ഇമോഷണൽ സ്ട്രെങ്ത്. ഓക്കെ, അപ്പൊ ഹൂ പ്രേസ് ദ യൂണിറ്റി ഓഫ് ഇമേജറി ആൻഡ് ഇമോഷണൽ സ്ട്രെങ്ത് ഓഫ് ജോൺ ഡൺ എന്ന് ചോദിച്ചാല് അത് ക്ലിയാന്ത് ബ്രൂക്സ് ആണ്. അതുപോലെ C.S. Lewis saw metaphysical conceits as a game of wit. So who considered metaphysical conceits as a game of wit എന്ന് ചോദിച്ചാൽ അത് C.S. Lewis ആണ്. But in Donne, they serve deep emotional purposes. His comparisons are startling yet appropriate. Okay, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിമാർക്കാണ്. C.S. Lewis പറഞ്ഞതാണ്. എന്താണത്? C.S. Lewis saw metaphysical conceits as a game of wit, but in Donne, they serve deep emotional purposes. His comparisons are startling yet appropriate. Okay, അതേപോലെ T.S. Eliot പറഞ്ഞ കാര്യം ഒന്ന് നോക്കിക്കേ. He said Donne and the metaphysicals showed a unified sensibility. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യൂണിഫൈഡ് സെൻസിബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ജോൺ ഡണ്ണുമായിട്ട് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് T.S. Eliot. ഓക്കെ, ദാറ്റ് ഇസ് ഇന്റലക്ട് ആൻഡ് ഇമോഷൻ കമ്പൈൻഡ് സീംലെസ്ലി. അപ്പം ഇവിടെ T.S. Eliot പറയുന്നത് നമ്മുടെ ലൈക്ക് മെറ്റാഫിസിക്കൽ പോയറ്റ്സിന് യൂണിഫൈഡ് സെൻസിബിലിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം മറ്റുള്ളവർക്ക് അത് ഉണ്ടായിരുന്നില്ല, മറ്റുള്ള റൈറ്റേഴ്സിന് അത് ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിക്ക് T.S. Eliot പറയുന്നുണ്ട്. സോ യൂണിഫൈഡ് സെൻസിബിലിറ്റി എന്ന് കേൾക്കുമ്പോൾ T.S. Eliot എന്ന് ഓർമ്മ വരണം. ഓക്കെ, അതുപോലെ സ്റ്റാർട്ട്ലിംഗ് യെറ്റ് അപ്രോപ്രിയേറ്റ് കമ്പാരിസൺസ് ഇൻ ഡൺ എന്നുള്ള രീതിക്ക് കേൾക്കുമ്പോൾ C.S. ലൂയിസിനെയാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. യൂണിറ്റി ഓഫ് ഇമേജറി അതുപോലെ ഇമോഷണൽ സ്ട്രെങ്ത് റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ ക്ലിയാന്ത് ബ്രൂക്സ് ആണ്. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പോം റിലേറ്റഡ് ആയിട്ട് അറിയാനായിട്ടുള്ളത്. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇഫ് യു ആർ ഹാവിംഗ് എനി ഡൗട്ട്സ് ഡു ആസ്ക് മീ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസ്ണിംഗ്. കീപ് വാച്ചിങ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് HSAക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഹാപ്പി ലേണിംഗ്.